നമ്മൾ ഈ സിനിമയിലെത്താൻ വേണ്ടി സിനിമകൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ആവേശം ജനിപ്പിച്ച ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. അതിലൊരാളായിരുന്നു കമൽ സാറ്. അപ്പോൾ നമ്മൾ ഈ അഭിനയം തുടങ്ങിയപ്പോൾ സാറിന് സിനിമകളിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സാർ മാത്രമല്ല, സിബി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, എനിക്ക് സത്യനന്ദിക്കാണ്ട് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ജോർജ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ഹരിയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം. ബാക്കിയുള്ള കാര്യം മോശക്കാരാണല്ലോ, പക്ഷെ എൻ്റെ ഒരു സ്വപ്നം, ഒരാഗ്രഹം. കാരണം ഇപ്പം സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു, സാർ ഞാൻ കമൽ സാറിനെ താണ്ടി, അതായത് സുയസ് കനാൽ കടന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കനാൽ ഞാൻ കടന്നു. ഇനിയുണ്ട് കനാലുകളും കടലുകളും ഒക്കെ, അതൊക്കെ എനിക്ക് താണ്ടണം. അപ്പോൾ സാർ താങ്ക് യു എന്നെ ഈ പടത്തിന് വിളിച്ചത്. പ്രത്യേകിച്ച് 100ാമത്തെ പടം ചെയ്യുന്ന ഷൈൻ്റെ അച്ഛനായിട്ട് നല്ല ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഞാനൊരു ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ്. സാറിന് നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു. എന്നെ ഈ കഥാപാത്രം വിളിച്ചതിന് നന്ദി. എല്ലാവരും ഈ സിനിമ കാണണം. സന്തോഷം. 3 പേര് ശിഷ്യന്മാരായതുകൊണ്ട് ആര് പറയണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. സീനിയർ ലാൽജോ സാറാണ് സീനിയർ എന്ന് പറയുന്നത്. ഇതൊരു കുടുംബ ഫംഗ്ഷനാണ്. അപ്പോൾ ഔപചാരികമായിട്ടുള്ള വാക്കുകളുടെ ഒന്നും ആവശ്യമില്ല. വലിയ സന്തോഷം. എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ലാൽജോ സാർ എനിക്കൊന്ന് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പെട്ടെന്ന് സാറിന്റെ ലൊക്കേഷൻ. അതെ അതെ. അപ്പം കമൽ സാറിന് ഏറ്റവും എന്താ പറയുക, കമൽ സാറിനാണോ ഭാഗ്യം നമുക്കാണോ ഭാഗ്യം എന്നറിയില്ല. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും സംവിധായകരായി, നടന്മാരായി, ഈ മലയാള സിനിമയിൽ ഏറ്റവും ഭാഗ്യമുള്ള ഡയറക്ടർ കമൽ സാറാണ്. കാരണം വലിയ താരങ്ങൾ ഡേറ്റ് കൊടുക്കാനൊക്കെ ഇത്തിരി ഡിലേ ആയാൽ എൻ്റെ പടത്തിലൊന്ന് അഭിനയിക്കണമെന്ന് പറയുന്നു കുറേ നായകന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം ഹീറോസ് ഡയറക്ടറാണ്. അപ്പം വലിയ സന്തോഷം. സാറിൻ്റെ പുതിയ സിനിമയുടെ പാട്ട് റിലീസ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചതിൽ ജോസേട്ടനും മക്കും ഞാനും ദിലീപും ആയിരുന്നു ജൂനിയർ അസിസ്റ്റൻസ്. ഏറ്റവും സലീംക്ക് ഉണ്ട് ഇവിടെ. സൂര്യേട്ടൻ വന്നുണ്ട് ഇല്ല, സൂര്യേട്ടനും സലീം പടിയത്തുമായിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ്. ഞങ്ങൾ 4 പേരും, ദിലീപും ഞാനും അക്കു ചേട്ടൻ ദിലീപ്, ഞങ്ങൾ 4 പേരായിരുന്നു ഏറ്റവും ജൂനിയേഴ്സ്. ഞങ്ങൾ പോയതിനു ശേഷം വന്ന ആൾക്കാർ അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു. കമൽ സാറിൻ്റെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും അടുത്ത ഒരു സിനിമ തുടങ്ങുമ്പോൾ കമൽ സാറിന് എല്ലാ തവണയും പനി വരും. ഷൂട്ടിംഗ് തുടങ്ങേണ്ട തലേ ദിവസം പനി വരും. അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പനി വരും, കൈയും കാലം മറിക്കും. എത്ര സ്റ്റേജിൽ കയറിയാലും വീണ്ടും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കയറുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഇപ്പം എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും, ഓ അപ്പോൾ നിങ്ങൾ ഡ്യൂപ്പാണല്ലേ എന്ന് ചോദിക്കും. എനിക്ക് കമൽ സാറിൻ്റെ ഒരുപാട് മാനർസംസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം 9 വർഷങ്ങൾ കമൽ സാറിൻ്റെ കൂടെ ആയിരുന്നു. 9 വർഷങ്ങൾ. അപ്പോൾ അപ്പൻ്റെ ചായ മക്കൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എൻ്റെ സിനിമയിലെ അപ്പനാണ്. എൻ്റെ അപ്പൻ തന്നെ 21 വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ. 21 വയസ്സിന് ശേഷം കമൽ സാറാണ്. അപ്പോൾ എൻ്റെ അപ്പൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കമൽ സാറിൻ്റെ ചായയും മാനറിസംസും ഒക്കെ ഉണ്ട്. കമൽ സാറിൻ്റെ ആ സിനിമയോടുള്ള കമൽ സാറിൻ്റെ അപ്രോച്ചാണ് ഞങ്ങളെ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത്. ഈ സിനിമ ഷൈൻ്റെ 100ാമത്തെ സിനിമയാണ്. അത് ഞാൻ ഞെട്ടിപ്പോയി. കമൽ സാറ് പറഞ്ഞു 100 സിനിമയിൽ അഭിനയിച്ചു എന്ന് കേട്ടപ്പോൾ. അതങ്ങനെയാണ്, നടന്മാർക്ക് ആ ഭാഗ്യമുണ്ട്. ഞാൻ
എൻ്റെ സിനിമയിൽ ശിവജി ഗുരുവായൂർ അഭിനയിച്ച് അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ, അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് 2 3 സിനിമ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ശിവജി പറഞ്ഞു, ഗുരുവായൂർ ഒരു പരിപാടി ഉണ്ട്, ലാർജസ് വരണമെന്ന്. അപ്പൊ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ ശിവജിയുടെ 100ാമത്തെ സിനിമയാണ്. അപ്പം ഷൈന് ആ ഭാഗ്യം ഉണ്ടായി. കമൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ, നായകനായിട്ട് അഭിനയിക്കാൻ എന്നുള്ളൊരു ഭാഗ്യം. അധികം പേർക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ്. അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പിന്നീട് അത് ദിലീപിന് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ സിനിമ വലിയ വിജയമാവട്ടെ, നല്ല സിനിമയാവും, വലിയ വിജയമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. കമൽ സാറും കുട്ടികളും ഇവിടെ ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദിലീപും ലാൽ ജോസും ഒമാനോളജി ഒന്നിച്ച് വളർന്നു കിടന്ന് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ 3 പേരും അവരാഗ്രഹിച്ച സ്ഥലത്ത് എത്തി എന്നുള്ളതാണ്. അത് കമൽ സാറിൻ്റെ ഈ സ്കൂളിൽ ചെന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൽ സാർ നേരത്തെ പറഞ്ഞിരുന്നു, കമൽ സാർ ചെല്ലുന്ന ലൊക്കേഷനിൽ കൂടെ മഴ പെയ്യുന്നു. സത്യത്തിൽ ആ മഴ പെയ്ക്കുന്നത് ഞങ്ങളൊക്കെ ആയിരുന്നു. കാരണം രാവിലെ മുതൽ മഴ പെയ്ക്കലാണ് ഞങ്ങളുടെ മെയിനായിട്ട് ജോലി. ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ പടം ചെയ്യുമ്പോൾ നമുക്ക് കമൽ സാറിന് പകർന്ന് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കമൽ സാറിൻ്റെ ഷൈനിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നന്ദി ആണ്ടവൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ. എന്തായാലും ഷൈൻ്റെ 100ാമത്തെ സിനിമയാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒപ്പം വിവേകാനന്ദൻ എന്ന ഈ സിനിമ ഉണ്ടാവാൻ കാരണക്കാരായ നിർമ്മാതാക്കൾക്കും ഇതിലെ അഭിനയിച്ച എല്ലാ നടന്മാർക്കും ടെക്നീഷ്യൻ റൂംസിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള കംസാൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ജോസേട്ടൻ, ഞാനും ജോസേട്ടൻ ചേർന്നിട്ടാണ് മഴത്തുള്ളിക്കളിക്കം സദാനന്ദ സമയം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവാനും, ഇപ്പോൾ ഞാൻ 10 സിനിമ ചെയ്തെങ്കിലും ഇപ്പോഴും കമൽ സാറിനെ കാണുമ്പോൾ നമുക്കൊരു ഒരു മുട്ടുപിറക്കലാണ്. കാരണം കമൽ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും ആയൊരു ബഹുമാനവും ഒരു വാത്സല്യം ഉണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇപ്പോഴും വിളിച്ച് അക്കു എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ, എനിക്ക് മരണപ്പെട്ടു പോയ ജ്യേഷ്ഠ സഹോദരനുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ കമൽ സാറിനെ കാണുന്നത്. ആ ഒരു ഇഷ്ടം കമൽ സാറിനോടുണ്ട്. ഏതായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഇത്രയും ആളുകൾ മുന്നേ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സീനിയേഴ്സ് 2 പേരും നല്ലപോലെ സംസാരിച്ചു. എനിക്ക് സിനിമയുടെ പേര് പോലെ തന്നെ അത് വൈറലാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഇനി നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ്. 3 പേരും ചേർന്നാണ് വീഡിയോ നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്.